ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റഹ്മ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള മുന്നൊരുക്കമാണ് കേട്ടോ. എല്ലാവരുടെയും വിശേഷം ചോദിക്കുകയാണെങ്കിൽ സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വലുതല്ലെങ്കിലും ചെറുതായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മളിവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നല്ല ശബ്ദം ഉണ്ടാവും. കുട്ടികളുടെ ശബ്ദം, ഓടിക്കളിക്കുന്ന ശബ്ദമെല്ലാം ഉണ്ടാവും കേട്ടോ. രാത്രി വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ പുലർച്ചെ 1 മണി 2 മണിയൊക്കെ ആവും ഇവിടുത്തെ ശബ്ദങ്ങൾ നിലയ്ക്കാൻ തന്നെ. ഒരു കുറക്കില്ല തോന്നുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാവും ചിലപ്പോൾ ഇത്ര ബഹളം. സ്കൂൾ തുറന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് കുട്ടികളില്ല, നിങ്ങളെ കുട്ടികൾ ബഹളം വെക്കൂല എന്നൊക്കെ കേട്ടോ. എൻ്റെ കുട്ടികളും ബഹളം വെക്കും. ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എനിക്കിങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാണ്ട് നിങ്ങൾ ശബ്ദം കുറയ്ക്കുന്നൊക്കെ പറയും ഞാനവരോട്. വീഡിയോസ് ഞാൻ എടുത്ത് വെക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനോ അതിന് വോയിസ് കൊടുക്കാനൊക്കെ മടി പിടിക്കും. ഈ ശബ്ദം തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ കേൾക്കൽ. ഞാനേതായാലും എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയട്ടോ. ഇന്നിവിടെ കറി വെക്കാൻ കടുക്കാണ് കിട്ടിയത്. നമ്മളെ കല്ലുമ്മക്കായ കടുക്ക ചെറുതായതുകൊണ്ട് തന്നെ പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പച്ചയിൽ പൊളിക്കാൻ പറ്റില്ല, നന്ന ചെറുതാണ് സാധനം. അപ്പോൾ അവിടെ പപ്പടം കാച്ചൽ പരിപാടിയാണ് കേട്ടോ. എൻ്റെ മോൻ ആദിക്ക് മദ്രസയിൽ നബിദിനത്തിന് പാട്ട് പാടിയിട്ട് കിട്ടിയ പാത്രത്തിലാണ് ഞാൻ പപ്പടം പൊരിച്ചത് കേട്ടോ. മൂപ്പരത് പ്രത്യേകം പറയുന്നുണ്ട്. എൻ്റെ മോൻ ആദ്യമാണ് ഈ ക്യാമറാമാൻ. മൂപ്പരാണ് ഈ വീഡിയോസൊക്കെ പകർത്തുന്നത്. പപ്പടം കാച്ചാൻ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയി കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ഓയിലിൽ തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. ചോറുണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ വീഡിയോസിൻ്റെ ആദ്യത്തെ തന്നെ ചോറാണ് കാണിച്ചത്. ഇനിയിപ്പോൾ ഉപ്പേരിയും കറിയും പപ്പടം കാച്ചലും മാത്രം കാണിച്ചിട്ടുള്ളൂ എന്ന് പറയല്ലേ. ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടൽ മസ്റ്റാണ് കേട്ടോ. ഒന്നല്ല തേങ്ങ അരച്ച് ചേർക്കും, അതിൽ ഇതുപോലെ പൊടി പൊടിയായിട്ട് ചേർക്കും. വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കടുക്കാണ് കറി വെക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ പുഴുങ്ങിയ കടുക്ക കറി വെക്കുന്ന എനിക്ക് വല്ലാതെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ കടുക്ക ചെറുതായതുകൊണ്ട് പുഴുങ്ങിയെടുത്തത് മാത്രം. നമുക്ക് ഈ പച്ച കീറി കടുക്കണ്ടല്ലോ, അത് കറി വെക്കണ നല്ല ടേസ്റ്റാണ് അത് കറി വെച്ചാൽ. ഉള്ളിയും തക്കാളിയും വാടിയപ്പോൾ ഞാൻ മസാലകളൊക്കെ ചേർക്കുകയാണ്. ചൂടായത് കാരണം അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല കേട്ടോ. നമ്മൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട്, അപ്പം ഭയങ്കര ചൂടാണ്. അപ്പോൾ പണിയൊക്കെ ഞാൻ വേഗം തീർക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിയ തൈര് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ഈ കറിക്ക് ഉള്ളി അരിയുമ്പോൾ വല്ലാതെ ഓവറായിട്ടുണ്ട് അരിഞ്ഞിടുകയും ചെയ്ത്. ഉള്ളി മാറ്റി വെക്കാൻ മറന്നു പോയതാണ്. കറി തിളച്ചപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത്. ഇപ്പോൾ ഏകദേശം ചോറുന്നുള്ള ടൈമായിട്ടോ. 1:30 ആയിന്. പിന്നെ ഉള്ളി വാങ്ങിക്കാൻ പോകാൻ ഞാൻ കുട്ടികളെ വല്ലാതെ നിർബന്ധിച്ചത്. നല്ല വെയിലുമാണ്. ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ ഒരു വനിതാ ഹോട്ടൽ കയറിയപ്പോൾ അവിടെ ഈ മാങ്ങ തൈരിലിട്ടിട്ട് ചെയ്യുന്നത് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ തൈരിൻ്റെ ആ പുളിപ്പും മാങ്ങൻ്റെ മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടേനി. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.